പാകിസ്ഥാന്റെ വ്യോമസേനയെ വൻതോതിൽ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നതായി റിപ്പോർട്ട്. ചൈനയിൽ നിന്ന് 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളായ J-35 വിമാനങ്ങളും ദീർഘദൂര മിസൈലുകളും സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. പാക് വ്യോമസേനാ മേധാവി ഷഹീർ അഹമ്മദ് ബാഹർ നടത്തിയ പരാമർശങ്ങളോടെയാണ് വിഷയം ഇപ്പോൾ വീണ്ടും അന്താരാഷ്ട്ര പ്രതിരോധ രംഗത്ത് കൂടുതൽ ചർച്ചാ കേന്ദ്രമാകുന്നത്. പാകിസ്ഥാൻ വ്യോമസേനയെ 4-5 തലമുറയിൽ നിന്ന് 5ാം തലമുറ സാങ്കേതിക വിദ്യയിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യമെന്നതാണ് വിലയിരുത്തൽ. അതേപോലെ തന്നെ ഷെങ്ഹാൻ J-35 സ്റ്റെൽത്ത് യുദ്ധവിമാനം റഡാറുകൾക്ക് എളുപ്പത്തിൽ പോലും കണ്ടെത്താൻ പറ്റാത്ത അത്യാധുനിക സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള ഫൈറ്റർ ജെറ്റാണ്. ആ ഒരു ഗണത്തിലാണ് അതിനെ കണക്ക് കൂട്ടുന്നത്. കുറഞ്ഞ റഡാർ സിഗ്നേച്ചർ, ആധുനിക സെൻസർ സംവിധാനങ്ങൾ, ദീർഘദൂര ആക്രമണശേഷി എന്നിവയാണ് ഈ വിമാനത്തിന്റെ പ്രധാന പ്രത്യേകതകളായി പറയുന്നത്. ഇതിനു പുറമെ തന്നെ ഏകദേശം 500 കിലോമീറ്റർ ദൂരപരിധിയുള്ള PL-17 മിസൈൽ, ദീർഘദൂര മിസൈലുകളും പാകിസ്ഥാൻ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നതായി തന്നെ റിപ്പോർട്ടുകളുണ്ട്. J-35 സ്റ്റെൽത്ത് വിമാനങ്ങളും PL-17 മിസൈലുകളും ഒരുമിച്ചാൽ മേഖലയിലെ ആ ഒരു വ്യോമ യുദ്ധത്തിൽ അത് സമവാക്യങ്ങൾ രൂപപ്പെടുത്തുകയും മാത്രമല്ല വലിയൊരു മാറ്റം തന്നെ അവിടെ സൃഷ്ടിക്കാൻ ഇതിന് കാരണമാകും എന്നതാണ് പ്രതിരോധ വിദഗ്ധർ പോലും ആശങ്കയോടുകൂടി തന്നെ വിലയിരുത്തുന്നത്. ഇതോടുകൂടി തന്നെ പ്രധാന ചോദ്യം ഉയരുന്നത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷിയെക്കുറിച്ചാണ്. ഇന്ത്യക്ക് നിലവിൽ അത്യാധുനിക റഡാർ ശൃംഖലകളും S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും റാഫേൽ യുദ്ധവിമാനങ്ങളും ഉണ്ടെങ്കിൽ പോലും 5ാം തലമുറ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ നേരിടുക വലിയ വെല്ലുവിളിയായി മാറും എന്നതും ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യ സ്വന്തമായി തന്നെ വലിയ രീതിയിൽ ഇത്തരത്തിൽ 5ാം തലമുറ യുദ്ധവിമാന പദ്ധതികളും ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പോലുള്ള നിക്ഷേപം വേഗത്തിലാക്കാനും സാധ്യതയുണ്ട്. ചൈന പാകിസ്ഥാൻ സൈനിക സഹകരണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ദക്ഷിണേഷ്യയിലെ സുരക്ഷാ സമവാക്യങ്ങൾ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയെന്ന ആശങ്ക പോലും ശക്തമാവുകയാണ്. അതേപോലെ തന്നെ പാകിസ്ഥാന്റെ പുതിയ സൈനിക കരുത്ത് ഇന്ത്യയെ ഇത്തരത്തിൽ ഇന്ത്യക്ക് അത് യഥാർത്ഥ ഭീഷണിയാകുമോ എന്ന ചോദ്യം പോലും ഉയരുന്നുണ്ട്. പാകിസ്ഥാന് യുദ്ധവിമാനങ്ങളുടെ അതിന്റെ എണ്ണത്തിന്റെ കാര്യത്തിൽ പിന്നിലാണെങ്കിൽ പോലും ഗുണനിലവാരത്തിൽ ഇന്ത്യയെ പിന്നിലാക്കാൻ പാകിസ്ഥാൻ വ്യോമസേന പലപ്പോഴും ശ്രമിക്കാറുള്ള നടപടികൾ കണ്ടിട്ടുള്ളതാണ്. പാകിസ്ഥാന്റെ കയ്യിൽ F-16 വിമാനം ഉണ്ടായിരുന്നപ്പോൾ അവിടെ പൊടുന്നനെ തന്നെ ഇന്ത്യക്ക് റാഫേൽ വിമാനങ്ങൾ കിട്ടിയപ്പോൾ പാകിസ്ഥാനെ അത് വലിയ രീതിയിലാണ് സമ്മർദ്ദത്തിലാക്കിയത്. അതാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ പോലും കണ്ടത്. പാകിസ്ഥാന് മേൽ റാഫേൽ തീർത്ത ആ ഒരു മുറിവുകൾ ഇനിയും ഉണങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇന്ത്യയുടെ റാഫേലിന് മറുപടിയായാണ് പാകിസ്ഥാൻ 5ാം തലമുറ J-35 വാങ്ങാൻ ഒരുങ്ങുന്നതും. 40 J-35 വിമാനങ്ങളാണ് പാകിസ്ഥാൻ ചൈനയിൽ നിന്നും വാങ്ങുന്നത്. ഇതിന് പുറമേ തന്നെ തുർക്കിയുടെ 5ാം തലമുറ വിമാനങ്ങളിലും പാകിസ്ഥാൻ കണ്ണുവയ്ക്കുന്നതായി തന്നെയാണ്. അത് അവരുടെ കൈകളിലേക്ക് എത്താൻ വേണ്ടി പാകിസ്ഥാൻ ഇവിടെ പല രീതിയിലും ശ്രമങ്ങൾ നടത്തുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.